എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിൽ സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ വിവാഹേതര ബന്ധത്തിനെ കുറിച്ചാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കമ്മ്യൂണിറ്റി ടാബിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു പോൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. 800ഓളം വോട്ടുകളാണ് അതിൽ ലഭിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ 47% വോട്ടുകൾ. നമ്മൾ ചോദിച്ച ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്തരത്തിൽ വിവാഹത്തിന് ശേഷം എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പിലോട്ട് ആരാണ് ഏറ്റവും കൂടുതൽ കടന്നു ചെല്ലുന്നത് എന്നുള്ളതാണ്. അപ്പോൾ സ്ത്രീ, പുരുഷൻ, അതുപോലെ തന്നെ 50-50 എന്നുള്ള ഓപ്ഷനുമാണ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 47% വോട്ടുകൾ കിട്ടിയത് 50-50 ആണ്. രണ്ട് കാറ്റഗറീസ് ഓഫ് ആൾക്കാർ, പുരുഷന്മാരും സ്ത്രീകളും ഒരുപോലെ തന്നെ ഇത്തരം ടെൻഡൻസി കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ് പൊതുവിൽ ആൾക്കാർ പറഞ്ഞത്. പുരുഷന്മാരാണ് എന്ന് വോട്ട് ചെയ്തത് 31% ആൾക്കാരും 22% ആൾക്കാർ വോട്ട് ചെയ്തത് സ്ത്രീകളാണ് ഇത്തരം ടെൻഡൻസി കൂടുതൽ കാണിക്കുന്നത് എന്നുള്ളതാണ്. എനിവേ, ആ പോളൊക്കെ അവിടെ നിൽക്കട്ടെ. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്തരത്തിലുള്ള റിലേഷൻഷിപ്പിലോട്ട് എന്തുകൊണ്ടാണ് സ്ത്രീകൾ കടന്നു ചെല്ലുന്നത്, അതിൻ്റെ സൊല്യൂഷൻ എന്താണ്, അവരെ എങ്ങനെ തിരിച്ചറിയാം, എന്താണ് അതിൻ്റെ സൊല്യൂഷൻ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നുണ്ട്. തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ടുന്ന കുറച്ച് കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ നോക്കുന്നത്. എനിവേ, പുരുഷന്മാരും ഇത്തരത്തിലുള്ള ടെൻഡൻസി കൂടുതൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. മറ്റൊരു വീഡിയോയിൽ അതിനെപ്പറ്റി നമുക്ക് നോക്കാം. ഇന്ന് മെയിനായിട്ട് നമ്മൾ സ്ത്രീകൾ എന്തുകൊണ്ട് പോകുന്നു, അതിനുള്ള സൊല്യൂഷൻ എന്താണെന്നുള്ളതാണ് നോക്കാൻ പോണത്. ഇത്തരത്തിലുള്ള റിലേഷൻഷിപ്പിലോട്ട്, ഒരു എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പിലോട്ട് പോകുന്നത് പല രീതിയിലാണ്, പല റീസൺസ് കൊണ്ടൊക്കെയാണ്. അപ്പം പറയാനാണെങ്കിൽ, ഇപ്പം മാരേജിന് മുമ്പ് ഒരു പ്രണയം ഉണ്ടെങ്കിൽ അത് മാരേജിന് ശേഷവും തുടരുന്ന ടെൻഡൻസി ചിലർ കാണിക്കാറുണ്ട്. ചിലരുടെ കേസിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്യൂരിയോസിറ്റിയാണ്, ഒരു കാമം എന്നുള്ള കേസ് കുറച്ച് പേരുടെ കേസിലുണ്ടാവും. കാമം, പ്യുവർ കാമമാണ്, ലെസ്റ്റ്, അവർ പലരെയും കണ്ടെത്തിക്കൊണ്ടിരിക്കും. അങ്ങനെയുള്ള ടെൻഡൻസി ഉള്ള ആൾക്കാരുണ്ട്. മറ്റു ചിലർ ഭർത്താവിൽ നിന്ന് ലഭിക്കേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട്, ചില ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളുണ്ട്. അതൊക്കെ എന്തൊക്കെയാണെന്ന് നമ്മൾ നോക്കാം. അപ്പോൾ അത്തരം കാര്യങ്ങൾ കിട്ടാത്തതുകൊണ്ട് തന്നെ അത് തേടിയിട്ട് മറ്റൊരാളിൽ നിന്ന് അത് ലഭിക്കുമ്പോൾ അത് തേടി പോകുന്ന ടെൻഡൻസി ഒക്കെ ഉണ്ട്. അങ്ങനെ പല രീതിയിലാണെങ്കിലും ഒരു എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് ഉണ്ടാകുന്ന എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു പറഞ്ഞ കാറ്റഗറി, നമ്മൾ അവസാനം പറഞ്ഞ കേസസിലെ ഭർത്താവിൽ നിന്ന് ലഭിക്കേണ്ടുന്ന കുറച്ച് കാര്യങ്ങൾ, അതൊക്കെ ലഭിക്കുകയും അതൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് അതിനെല്ലാം തടഞ്ഞ് നിർത്താൻ പറ്റും. നമ്മുടെ ഭാര്യയെ നമ്മുടെ കൂടെ തന്നെ നിർത്താൻ പറ്റും എന്നുള്ളതാണ്. അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഇങ്ങനെയുള്ള ഒരു എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പിനെ ഒഴിവാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അതിൽ ഒന്നാമത്തെ കാര്യം ലവ് ആൻഡ് കെയർ എന്നുള്ളത് തന്നെയാണ്. നമ്മളൊരു റിലേഷൻഷിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ഫ്രണ്ട്ഷിപ്പ് ആവട്ടെ, ഏത് തരത്തിലുള്ള റിലേഷൻഷിപ്പിലും നമ്മൾ അവിടെ ഒരു ബോണ്ട് ഉണ്ട്, ഒരു ഇഷ്ടം എന്ന് പറഞ്ഞ ഒരു സംഭവമുണ്ട്. അത് ഏത് റിലേഷൻഷിപ്പിലും ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഭാര്യ ഭർത്തൃ ബന്ധത്തിലും അവിടെ ഒരു പ്രത്യേകതരം ഇഷ്ടമുണ്ട്, ഒരു ഭയങ്കരമായിട്ടുള്ള ബോണ്ടിങ് ഉണ്ട്. കാരണം നമ്മൾ ലൈഫ് ലോങ് ഒരു ഫാമിലി എന്ന് പറഞ്ഞത് അത് വേറൊരു കളർഫുൾ ആയിട്ടുള്ള സംഭവമാണ്. അപ്പോൾ ഒരു ഭാര്യ ഭർത്തൃ ബന്ധത്തിന് അതിൻ്റേതായ മൂല്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു ഭാര്യ ഭർത്താവിനും അതുപോലെ ഭർത്താവ് ഭാര്യയ്ക്കൊക്കെ കൊടുക്കേണ്ടുന്ന ഒരു കെയറിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുപോലെ ഒരു ഇഷ്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു ഭർത്താവിൽ നിന്ന് പ്രോപ്പറായിട്ടുള്ള ആ ഒരു കെയറിങ്, ലവ് ഒന്നും കിട്ടുന്നില്ല എന്നുള്ള അവസ്ഥ. ചിലപ്പം കല്യാണം കഴിഞ്ഞിട്ട് ആ ഒരു ആദ്യ നാളുകളിൽ, ഇല്ലെങ്കിൽ ഒരു വർഷ കാലയളവൊക്കെ, ഒരു ഫസ്റ്റ് കുട്ടി ഉണ്ടാകുന്നവരൊക്കെ നല്ല രീതിയിലുള്ള കെയറിങ്ങും ലവും കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ ഉണ്ടായിട്ടുണ്ടാവും. അതിനുശേഷം ലൈഫ് കുറച്ചും കൂടി യാന്ത്രികത കൈവരുന്നത് പലരുടെയും ലൈഫിൽ സംഭവിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇതൊരു വലിയൊരു പ്രശ്നമാണ്. ഈ യാന്ത്രികത കൈവരുമ്പോൾ, പെർട്ടിക്കുലർ ലേഡിയെ സംബന്ധിച്ചിട്ട് ആ ഒരു ലവും കെയറിങ് എല്ലാം ആഗ്രഹിക്കുമ്പോൾ പ്രോപ്പർ സമയത്ത് ഹസ്ബൻഡിൻ്റെ കയ്യിൽ നിന്ന് അത് ലഭിക്കുന്നുണ്ടാവില്ല. ചിലപ്പോൾ അയാൾ ദൂര സ്ഥലങ്ങളിലായിരിക്കും വർക്ക് ചെയ്യുന്നുണ്ടാവുക, ചിലപ്പോൾ വിദേശത്തായിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംസ്ഥാനത്തായിരിക്കാം, മറ്റേതെങ്കിലും ജില്ലയിലായിരിക്കാം, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് അയാൾക്ക് എല്ലാ സമയത്തും ഭാര്യയുമായിട്ട് ചെലവഴിക്കാൻ പറ്റുന്നുണ്ടാവില്ല, നൈറ്റ് ഡ്യൂട്ടി ആയിരിക്കാം, അങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങളായിരിക്കും. അപ്പോൾ ഈ ഭാര്യയുമായിട്ട് പ്രോപ്പർ കെയറിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവില്ല, ലൈഫിൻ്റെതായ തിരക്കുകളായിരിക്കാം. പക്ഷേ ചെയ്യേണ്ടത് തന്നെയാണ്. കാരണം തീർച്ചയായിട്ടും ആ ഭാര്യയ്ക്ക് പ്രോപ്പറായിട്ടുള്ള കെയറിങ് ഇതെല്ലാം കൊടുക്കണം എന്നുള്ളത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അല്ലാത്ത പക്ഷം അതൊക്കെ ലഭിക്കുന്നിടത്തോട്ടുള്ള ഒരു ചായ്വ് സ്വാഭാവികമായിട്ട് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതിന് ഭാര്യയെ കുറ്റം പറഞ്ഞിട്ട് പൂർണ്ണമായിട്ട് കാര്യമില്ല. കാരണം ഇതെല്ലാം ലൈഫിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്, അതെല്ലാം നൽകേണ്ടത് കൊടുക്കാൻ വേണം. അത് ഭാര്യ ഭർത്താവിനും ഭർത്താവ് ഭാര്യയ്ക്കും ഒക്കെ കൊടുക്കേണ്ടതാണ്. അപ്പോൾ ആ ലവ് ആൻഡ് കെയർ എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ്. ഇനി അതിൻ്റെ കൂടെ തന്നെ പറയാനുള്ള ഒരു കാര്യമാണ് ഒരു നല്ലൊരു കേൾവിക്കാരനാവുക എന്നുള്ളത്. ഇപ്പം ഭാര്യയ്ക്ക് ഒരുപാട് വിഷമങ്ങൾ കാര്യങ്ങളുണ്ടാവും. ചിലപ്പോൾ വേറെ വർക്കോ കാര്യങ്ങളോ ഒന്നും ചെയ്യുന്നുണ്ടാവില്ല, വീട്ടിലെ അകത്തളങ്ങളിൽ ചിലപ്പോൾ അടുക്കളയിൽ ഒതുങ്ങിയിട്ട്, ഇല്ലെങ്കിൽ ടി വി ഒക്കെ കണ്ടിട്ട്, അങ്ങനെയുള്ള ചെറിയ ചെറിയ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടായിരിക്കും ചിലപ്പോൾ ഇരിക്കുന്നത്. അങ്ങനെ ഭൂരിഭാഗം പേരും അങ്ങനെയൊക്കെ തന്നെയാണ്. ഇന്ന് പലരും ജോലിയൊക്കെ ചെയ്യുന്നുണ്ട്, പലരും ജോലിയിലോട്ട് കടന്നു പോകുന്നുണ്ട്. അങ്ങനെ മുന്നോട്ട് വരേണ്ട കാര്യങ്ങൾ തന്നെയാണ്. എനിവേ, പലരും ആ വീട്ടിൽ ഒതുങ്ങി നിൽക്കുമ്പോൾ അവർക്ക് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാരൊന്നും ചിലപ്പം കിട്ടണമെന്നില്ല. അപ്പോൾ ഭർത്താവായിരിക്കും അവർക്ക് ബെസ്റ്റ് ഒരു കേൾവിക്കാരനാവേണ്ടത്. പക്ഷേ അത് പ്രോപ്പറായിട്ട് അയാൾക്ക് അത് നിർവഹിക്കാനും പറ്റുന്നുണ്ടാവില്ല. ഇവർക്ക് ഒരുപാട് വിഷമങ്ങൾ ഉണ്ടാകും, കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ ഷെയർ ചെയ്യാനുണ്ടാവും. ഇതൊന്നും ഷെയർ ചെയ്യാൻ ആ ഒരു കമ്പാനിയനായിട്ട് അയാൾ ഇല്ലാത്തപ്പോൾ അത് വലിയൊരു പ്രശ്നമാണ്. അപ്പോൾ അങ്ങനെ ഒരു കമ്പാനിയനെ തേടും. ചിലപ്പോൾ സോഷ്യൽ മീഡിയയിലായിരിക്കാം, ഇല്ലെങ്കിൽ മറ്റേതെങ്കിലും മുൻപേ പഠിച്ച സുഹൃത്തുക്കളായിരിക്കാം. ഈ സന്ദർഭത്തെ മുതലാക്കിയിട്ട് പലരും ഒരു കഴുകൻ കണ്ണുമായിട്ട് അവിടെ വരും. അങ്ങനെയൊക്കെ ഒരു എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇനി മറ്റൊരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ്, ഇത്തരത്തിലുള്ള നമ്മുടെ ഒരു ദാമ്പത്യ
ദാമ്പത്യ ജീവിതത്തിൽ ലൈംഗികതയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. സെക്ഷൽ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ സെക്ഷൽ സാറ്റിസ്ഫാക്ഷൻ എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. അത് തീർച്ചയായിട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ തന്നെ 2 കേസിലാണ് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം. 2 കേസിലെന്ന് ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ സെക്സ് ചെയ്യുന്നുണ്ടാവും, അവർക്ക് സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുന്നില്ല. മറ്റ് കേസിൽ ആദ്യ നാളുകളിലെല്ലാം ഇത്തരത്തിൽ ലൈംഗികതയ്ക്കൊക്കെ പ്രാധാന്യം ഉണ്ടായിട്ടുണ്ടാവും. മാരേജിന് ശേഷം കുറച്ച് നാളുകളിൽ ഈ ഇത്തരത്തിലുള്ള ഇതിനെല്ലാം പ്രാധാന്യം ഉണ്ടായിട്ടുണ്ടാവും. പക്ഷേ പിന്നീട് അയാൾ യാന്ത്രികമായിട്ട്, നമ്മൾ ആദ്യം ലവ് ആൻഡ് കെയർ ഒരു യാന്ത്രികത കൈവന്ന കാര്യം നമ്മൾ പറഞ്ഞു, അതേപോലെ തന്നെ ഇത്തരത്തിലും ഈ ഒരു കേസിലും യാന്ത്രികത വരുന്നു. പിന്നീട് അയാൾ ജോലി തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയി നിൽക്കുന്നു. ലേഡിക്ക് ആവശ്യമുണ്ട്, ഈ ഭാര്യയ്ക്ക് ആവശ്യമുണ്ട്, അങ്ങനെ താല്പര്യമുണ്ട്, പക്ഷേ അവൾക്ക് അതൊന്നും ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല. അതല്ല, ഒരു നല്ല കേൾവിക്കാരനാണെങ്കിൽ മാത്രമേ അവളുടെ താല്പര്യം കാര്യങ്ങൾ ഷെയർ ചെയ്യാനും പറ്റത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ അവൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ലഭിക്കാതെ വരുമ്പോൾ അവിടെയും ഒരു പ്രശ്നമുണ്ട്. അതേപോലെ രണ്ടാമത്തെ കേസ് ഞാൻ അവിടെ പറഞ്ഞു, 2 കേസസ് അവിടെ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു. രണ്ടാമത്തെ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യുന്നുണ്ട്, പക്ഷെ പ്രോപ്പർ സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുന്നില്ല എന്നുള്ളത്. ഇപ്പം നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, പെനട്രേറ്റീവ് സെക്സ് ചെയ്ത് കഴിഞ്ഞാൽ 70% ഗേൾസിനും ഇല്ലെങ്കിൽ സ്ത്രീകൾക്കും അതിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുന്നില്ല എന്നുള്ളതാണ് പെനട്രേറ്റീവ് സെക്സിലൂടെ. അപ്പോൾ പുരുഷന് പക്ഷേ അതിലൂടെ സാറ്റിസ്ഫാക്ഷൻ ലഭിക്കും. അപ്പോൾ പുരുഷൻ തിങ്ക് ചെയ്യുന്നത് അവൾക്ക് സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുന്നത് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ തിങ്ക് ചെയ്യുമ്പോൾ പ്രശ്നമാണ്. അപ്പോൾ അവൾക്ക് ആ ഒരു പ്രോപ്പർ സാറ്റിസ്ഫാക്ഷൻ എങ്ങനെ കൊടുക്കണം എന്നുള്ളത് തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. അതിനെപ്പറ്റിയൊക്കെ നമുക്ക് പിന്നീട് ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. എനിവേ ഇതും ഒരു കോംപ്ലിക്കേഷനാണ്. അപ്പം ചെയ്യുന്നുണ്ട്, പക്ഷേ സാറ്റിസ്ഫാക്ഷൻ കൊടുക്കാൻ പറ്റുന്നില്ല. മറ്റൊരു കേസിൽ യാന്ത്രികത കൈവന്നു, ചെയ്യുന്നില്ല എന്നുള്ള കേസും. ഈ ഒരു സമയത്ത് ഇതെല്ലാം നൽകാൻ പറ്റുന്ന ഒരു കമ്പാനിയൻ അവിടത്തേക്ക് നുഴഞ്ഞു കയറി വരികയാണെങ്കിൽ, ആ ഒരു അവസരം മുതലാക്കിയിട്ട് ഇടപെടുകയാണെങ്കിൽ ഒരു പക്ഷേ ആ ചായ്വ് അങ്ങോട്ടുണ്ടാവും. അതും മറ്റൊരു വലിയൊരു പ്രശ്നം തന്നെയാണ്. അടുത്തൊരു പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രസ്റ്റാണ്. ട്രസ്റ്റ് മുഖ്യം ബിഗിലേ. ഏതൊരു റിലേഷൻഷിപ്പിനും ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ മുമ്പത്തെ ചില വീഡിയോയിൽ പറഞ്ഞാണ്, ഒരുവിധ റിലേഷൻഷിപ്പിനെല്ലാം തകർക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഈ ഒരു ട്രസ്റ്റ് ഇല്ലായ്മ അല്ലെങ്കിൽ സംശയരോഗം എന്ന് പറയുന്നത്. വളരെ വളരെ പ്രശ്നമാണ്. നമ്മളിപ്പോൾ നമ്മുടെ പാർട്ട്ണറിനെ സംശയിക്കുകയാണ്. ഇപ്പോൾ ഒരു പ്രണയിക്കുന്ന ടൈം പീരീഡിലാണെങ്കിൽ തന്നെ ഈ സംശയം കാണിക്കുകയാണെങ്കിൽ, ഇപ്പോൾ മെസ്സേജ് അയക്കുന്നു, ഓൺലൈനിൽ ഇത്ര സമയം ഇരിക്കുന്നു, ഇതെല്ലാം കാണുമ്പോൾ സംശയിക്കുകയാണെങ്കിൽ ഒരു വല്ലാത്ത രീതിയിൽ ഇറിറ്റേഷൻ, ഒരു വല്ലാത്ത വീർപ്പ് മുട്ടൽ ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ ഭർത്താവിൽ നിന്ന് ഇത്തരത്തിലുള്ള ഭയങ്കരമായിട്ടുള്ള ഇറിറ്റേഷൻ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഇതൊന്നും ഇല്ലാത്ത രീതിയിൽ ഒരു ഫ്രീഡം ആഗ്രഹിച്ചുകൊണ്ട് മറ്റൊരു ഇടത്തേക്ക് പോകാനുള്ള ചായ്വ് കൂടുതലായിരിക്കുന്നതാണ്. അപ്പോൾ സംശയം ഒരു വലിയൊരു ഫാക്ടറാണ്. ഈ സംശയരോഗം പല റിലേഷൻഷിപ്പിനെയും നല്ല രീതിക്ക് തന്നെ കൊളാപ്സ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. പലതും ഡിവേഴ്സ് കേസിലോട്ട് പോലും പോകുന്നുണ്ടെന്നുള്ളതാണ്. നേരത്തെ ഞാൻ പറയാൻ വിട്ട ഒരു പോയിന്റ് ഉണ്ട്. ഈ സെക്ഷൽ സാറ്റിസ്ഫാക്ഷൻ്റെ കേസ് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഡിവേഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്തതിൽ കിസ് പോലും ഭർത്താവ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഡിവേഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്ത കേസസ് വരെ ഉണ്ട് എന്നുള്ളത് കൂടി നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അത് ജസ്റ്റ് ഞാനിവിടെ സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. നേരത്തെ പോയിന്റിന് കൂടെ പറയേണ്ടതായിരുന്നു. എനിവേ നമുക്ക് ഈ ട്രസ്റ്റിൻ്റെ കേസിലോട്ട് പറയുകയാണെങ്കിൽ ഒരു പ്രോപ്പർ ട്രസ്റ്റ് കാണിക്കുക, ഭാര്യയെ വിശ്വസിക്കുക, ഭാര്യ അതിനനുസരിച്ച് കെയറിങ് കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളതാണ്. അല്ലാത്ത പക്ഷം അതും ഒരു പ്രശ്നമാണെന്നുള്ളതാണ്. മറ്റൊരു കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീഡമാണ്. ഈ ഫ്രീഡത്തിൻ്റെ കേസ് പറയുമ്പോൾ എൻ്റെ ഇപ്പം കോളേജ് കാലഘട്ടത്തിലൊക്കെ എൻ്റെ കൂടെ പഠിച്ച ചില പെൺകുട്ടികൾ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇപ്പോൾ ആൺകുട്ടികൾക്ക് പല ഫ്രീഡം ഉണ്ട്, ആൺകുട്ടിയെ പോലെ ജനിച്ചാൽ മതിയായിരുന്നു എന്നൊക്കെ പറയാറുണ്ട്. അതുപോലെ തന്നെ അവർ ആഗ്രഹിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രോപ്പർ പാർട്ണർ വരുമ്പോൾ അവരുടെ കൂടെ കുറെ കൂടി എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ രാത്രിക്ക് ഒരു നൈറ്റ് റൈഡ് പോകണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം പുരുഷന് അത് പലപ്പോഴും സാധിച്ചിട്ടുണ്ടാവും, അവർക്കത് സാധിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെ കൊച്ചു കൊച്ചു പല ആഗ്രഹങ്ങളും അവരെ സംബന്ധിച്ചുണ്ടായിട്ടുണ്ടാവും. പക്ഷേ എന്താ പറയുക, അച്ഛനമ്മമാർ അതിനൊന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ഒരു ഭർത്താവ് കടന്നു വരുമ്പോൾ ഇതെല്ലാം സാധിക്കും, താൻ തന്നെ ഒരു ഫാമിലി നയിക്കാൻ പോവുകയാണ്, താനും ഭർത്താവും കൂടിയിട്ട് ഒരു ഫാമിലി നയിക്കാൻ പോവുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനെല്ലാമുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടുമെന്ന് അവർ കരുതിയിട്ടുണ്ടാവും. പക്ഷേ അവിടെ നേരെ വിപരീതമായുള്ള ഒരു അനുഭവം ഉണ്ടാകുമ്പോൾ അതും ഒരു പ്രശ്നമാണ്. അവിടെ ഇതിനേക്കാൾ കൂടുതൽ ഫ്രീഡം എന്താ പറയുക തടസ്സപ്പെടുന്ന അവസ്ഥയാണ് വരുന്നത്. ഭർത്താവിൽ നിന്ന് അത് ചെയ്യരുത് ഇത് ചെയ്യരുത് എന്നുള്ള അവസ്ഥയിലോട്ടാണ് വരുന്നതെങ്കിൽ അതും ഇച്ചിരി കോംപ്ലിക്കേഷൻ ആണെന്നുള്ളതാണ്. അപ്പോൾ പ്രോപ്പറായുള്ള സ്വാതന്ത്ര്യം കൊടുക്കുക, അവരെന്താണ് ആഗ്രഹിക്കുന്നത്. ഞാൻ പറഞ്ഞു നേരത്തെ ഒരു കമ്മ്യൂണിക്കേഷൻ്റെ കാര്യം, ആ കമ്മ്യൂണിക്കേഷനിലൂടെ അത് മനസ്സിലാക്കുകയും ആ പ്രോപ്പർ ഫ്രീഡം കൊടുക്കുകയും അവർക്ക് വേണ്ടത് സാധിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ അതും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ തന്നെയാണ്. ഇനി ഏറ്റവും അവസാനമായിട്ട് നമ്മൾ 6th പോയിന്റ് എന്ന് പറയുന്നത് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സപ്പോർട്ടാണ്. സപ്പോർട്ട് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളിപ്പോൾ ഫ്രണ്ട്ഷിപ്പിലാണെങ്കിൽ ഏതൊരു റിലേഷൻഷിപ്പിലും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യമാണ് അവരിൽ നിന്നുള്ള പ്രോപ്പർ സപ്പോർട്ട്. പല വീഴ്ചകൾ സംഭവിക്കുന്ന സിറ്റുവേഷനും ഒക്കെ നമ്മൾ ആ സപ്പോർട്ട് ആഗ്രഹിക്കും. അതുപോലെ തന്നെ മുന്നോട്ടുള്ള പ്രയാണത്തിൻ്റെ സമയങ്ങളിലും നമ്മൾ ആ സപ്പോർട്ട് ആഗ്രഹിക്കും. അപ്പോൾ സിമ്പിൾ കാര്യങ്ങൾ, ഇപ്പോൾ ഒരു ഭാര്യൻ്റെ കേസിൽ ഒരു ഫുഡ് ഉണ്ടാക്കുന്നത് ഇല്ലെങ്കിൽ അങ്ങനെ കൊച്ചു കൊച്ചു കാര്യങ്ങളുണ്ടാവും, അവർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം പ്രോപ്പർ സപ്പോർട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ടാവും. പക്ഷെ അതിനെല്ലാം കണ്ടിട്ട് മനസ്സിലാക്കാതെ നെഗറ്റീവ് പറയുകയാണ് നമ്മൾ ചെയ്യുക. ആ സപ്പോർട്ട് കൊടുക്കുന്നുമില്ല, നെഗറ്റീവ് പറയുകയും ചെയ്യും. ഇപ്പം ഭക്ഷണം ഉണ്ടാക്കി അപ്പോൾ ചിലപ്പോൾ അത് ഫെയിലിയർ ആയിട്ടുണ്ടാവും. അപ്പോൾ ചുമ്മാ ചീത്ത പറയുന്നതിലുപരി ആ ഒരു പ്രോപ്പർ സപ്പോർട്ടാണ് അവിടെ ആവശ്യം. ഇപ്പോൾ ഒരു വണ്ടി പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, വണ്ടി എവിടെയും കൊണ്ട് തട്ടി. ഏതൊരു സിനിമയിൽ ഞാൻ കണ്ടു, അത് എനിക്കൊന്ന് കലിയിലാണെന്ന് തോന്നുന്നു, കലി എന്ന് പറഞ്ഞ ദുൽഖറിൻ്റെ സിനിമയിൽ അതിൽ അങ്ങനെ ഒരു സീൻ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ വണ്ടി ഒന്ന് തട്ടിയോടും പൂര ചീത്തയാണ്. ആ പിന്നെ ലേഡിയെ അല്ലെങ്കിൽ ഭാര്യയെ വല്ലാത്ത രീതിയിൽ ചീത്ത പറയുന്നത്, അതൊക്കെ ആ ലേഡിയെ സംബന്ധിച്ച് വളരെയധികം സാഡാക്കുന്ന കാര്യമാണ്.
ഈ അവസരങ്ങളെല്ലാം ഇത്തരത്തിൽ വല്ലാത്തൊരു ഇറിറ്റേഷനും ഡിപ്രഷനും ഒക്കെ വരുന്ന സാഹചര്യത്തിൽ മറ്റൊരാൾ അവിടെ കഴുകും കണ്ണുമായിട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ടൊരു അവിഹിതം ഇല്ലെങ്കിൽ എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യേണ്ട സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പം നിങ്ങൾ ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എന്താ പറയുക ദാമ്പത്യ ജീവിതത്തിൽ ഈ ഒരു ലവ് ആൻഡ് കെയർ വേണം, അവിടെ സെക്ഷൽ സാറ്റിസ്ഫാക്ഷൻ വേണം, ഈ ഒരു ട്രസ്റ്റ് വേണം, ഒരു ഫ്രീഡം കൊടുക്കണം. ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇത്തരത്തിൽ എന്താ പറയുക ഈ കാരണങ്ങൾ കൊണ്ടെല്ലാം ഒരു ഭാര്യ മറ്റൊരാളുടെ കൂടെ പോകുന്ന ടെൻഡൻസികൾ തീർച്ചയായിട്ടും ഒഴിവാക്കാൻ പറ്റും. എന്നിട്ടും പോകുന്ന ടീം ഉണ്ടാവും തീർച്ചയായിട്ടും. ഒരു ക്യൂരിയോസിറ്റീൻ്റെ ബേസിൽ ഈ കാമം എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്, അങ്ങനെ ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഒരു ബഹുഭൂരിപക്ഷം ആൾക്കാരും ഇത്തരത്തിൽ സ്നേഹം തേടി പോകുന്ന കേസസ് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ അതിനെല്ലാം മാറ്റി നിർത്താൻ വേണ്ടിയിട്ട് നമ്മളെ കൊണ്ട് ഇതെല്ലാം ചെയ്യുകയാണെങ്കിൽ, ഇതൊക്കെ ഫോളോ ചെയ്യുകയാണെങ്കിൽ, കൃത്യമായിട്ട് മനസ്സിലാക്കി ഫോളോ ചെയ്യുകയാണെങ്കിൽ സാധിക്കും എന്നുള്ളതാണ്. എനിവേ ഇത്രയൊക്കെ തന്നെയാണ് നമ്മൾ പറയാൻ ഉദ്ദേശിച്ച കാര്യം. ഇനി എന്തെങ്കിലും പോയിന്റുകൾ നിങ്ങൾക്ക് ആഡ് ഓൺ ചെയ്യാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒരു സുഹൃത്ത് ഏകദേശം സമാന രീതിയിൽ നമ്മൾ പറഞ്ഞ രീതിയിൽ ഏകദേശം നമ്മൾ പറയാൻ ഉദ്ദേശിച്ചിരുന്ന കാര്യമുണ്ട്. നമ്മൾ ആ പോസ്റ്റ് കമ്മ്യൂണിറ്റി ടാബിൽ ഇട്ടപ്പോൾ ഒരു സുഹൃത്ത് കമന്റ് ചെയ്തായിട്ട് കണ്ടു. ഏകദേശം അവൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് കമന്റ് ചെയ്ത് ഒരു നെടുനീള കമന്റ് അടിച്ചായിട്ട് കണ്ടു. എന്തായാലും ആ സുഹൃത്തിന് വലിയൊരു സന്തോഷം കമന്റ് ചെയ്തതിന്. എനിവേ നിങ്ങളെ വലിയൊരു അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്താൻ എന്തെങ്കിലും തരത്തിലുള്ള ടോപ്പിക് ഐഡിയാസ് ഒക്കെ ഷെയർ ചെയ്യാൻ ശ്രമിക്കാം. എനിവേ പുരുഷന്മാരുമായിട്ടുള്ള കാര്യങ്ങൾ, പുരുഷന്മാർ ഇത്തരത്തിൽ പോകാനുള്ള കാരണം എന്താണെന്നുള്ളത് നമ്മൾ മറ്റൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് നോക്കണം. നേരിട്ട് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാം. നിതിൻ സ്ക്വാഡ് എന്നാണ് എൻ്റെ ഐഡി. എൻ്റെ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷനിൽ ഫസ്റ്റ് കമന്റ് ആയിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ തന്നെയുള്ളൂ. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാൻ പറ്റുന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. ഇറ്റ്സ് മീ നിതിൻ രാജ്.